പ്രസാദ്, ഇപ്പോൾ MLA-മാരുടെ പിന്തുണ ഭൂരിപക്ഷം MLA-മാരും KCയെ പിന്തുണയ്ക്കുന്നു. ഒരു സംഖ്യ എടുത്തു കാണിക്കുകയാണ്. അത് സ്വാഭാവികമായും ഹൈക്കമാൻഡിന്റെ ഭാഗമായിരിക്കുന്ന ഒരു നേതാവ്, ആ നേതാവ് പിന്തുണ തേടുമ്പോൾ പിന്തുണയ്ക്കില്ല എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന ഏത് MLA-മാരുണ്ടാകുമെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിലൊരു എണ്ണമെടുക്കലിൽ ഭൂരിപക്ഷം KCക്ക് അവകാശപ്പെടാം. പക്ഷേ ഇത് രഹസ്യമായിട്ടാണ് MLA-മാരുടെ അഭിപ്രായം തേടുന്നെങ്കിൽ ആ സംഖ്യയിലേക്ക് എത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ MLA-മാരെ എങ്ങനെയാണ് കേൾക്കാനിരിക്കുന്നത്? രഹസ്യമായിട്ടായിരിക്കുമോ? അതിൽ ദീപാദാസ് മുൻഷി പോലും പാടില്ല എന്ന് VD സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കൂടിക്കാഴ്ച? സ്മൃതി, ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കേരളത്തിലെ കോൺഗ്രസ് സംവിധാനം കടന്നുപോകുന്നത് എന്നുള്ളതാണ്. 3 പേര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്നത് തന്നെയാണ്. മുഖ്യമന്ത്രിയാകാൻ താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മുൻ പ്രതിപക്ഷ നേതാവും ഈ കഴിഞ്ഞ 5 വർഷക്കാലം മുന്നണിയെ നയിച്ച ആളുമായ VD സതീശൻ, അതുപോലെ രമേശ് ചെന്നിത്തല. ഇതിൽ KC വേണുഗോപാലിന് അനുകൂലമായി MLA-മാരുടെ വലിയൊരു നിരയുണ്ട് എന്ന കാര്യം ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. ഏതാണ്ട് 40-ലധികം വരുന്ന MLA-മാർ ഇതിനകം തന്നെ KC വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരം. പക്ഷേ ഇന്നിപ്പോൾ ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിലാണ് MLA-മാരെ നിരീക്ഷകർ കാണുന്നതെങ്കിൽ അത് പറ്റില്ല എന്ന നിലപാട് VD സതീശൻ പക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ദീപാദാസ് മുൻഷിയുടെ മുന്നിൽ നിന്ന് ഒരു അഭിപ്രായം പറയുമ്പോൾ അത് KC വേണുഗോപാലിനെതിരായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് VD സതീശൻ സ്വീകരിച്ചത്. കാരണം സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സ്വാഭാവികമായി ഇവിടെ എത്തിയ നിരീക്ഷകർ പോലും KC വേണുഗോപാലിന് താഴെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംഘടന പൂർണ്ണമായി KC വേണുഗോപാലിന് ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ്. മാത്രവുമല്ല, KC വേണുഗോപാൽ കഴിഞ്ഞാൽ കൂടുതൽ പിന്തുണ MLA-മാരുടെ പിന്തുണയുള്ളത് രമേശ് ചെന്നിത്തലക്കാണ് എന്ന അഭിപ്രായമാണ് രമേശ് ചെന്നിത്തല പങ്കുവയ്ക്കുന്നത്. ഒപ്പം സീനിയോറിറ്റി പരിഗണിക്കണം. 2021 പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സമയത്ത് ഒരു ഉറപ്പ് സോണിയാഗാന്ധി നൽകിയിരുന്നു എന്നും രമേശ് ചെന്നിത്തല അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ കൂടുതൽ MLA-മാരുടെ പിന്തുണ എന്നതിലേക്ക് KC വേണുഗോപാൽ എത്തുന്നു. മുതിർന്ന നേതാക്കൾ മുഴുവൻ അല്പസമയം മുമ്പ് കെ സുധാകരൻ ഹോട്ടലിൽ നിന്നിറങ്ങിയപ്പോൾ പറഞ്ഞതും കുറെ സതീശന്മാരുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ചാനലിന് കൊടുത്ത അഭിമുഖം മലയാള മാധ്യമങ്ങളോട് കെ സുധാകരൻ സംസാരിച്ചത് MLA-മാരുടെ പിന്തുണ ഏറെ പ്രധാനമാണ് എന്നുള്ളതാണ്. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് PJ കുര്യനും സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുതിർന്ന നേതാക്കളെ കണ്ട് ബോധ്യപ്പെടുത്താൻ KC വേണുഗോപാലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. സ്മൃതി നേരത്തെ സംസാരിച്ചതുപോലെ KC വേണുഗോപാലിന്റെ സംഘടനാപരമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ MLA-മാരെയും ഏതാണ്ട് 80% വരുന്ന MLA-മാരെയും കൂടെ നിർത്താനുള്ള ഒരു ശേഷി ഇപ്പോൾ KC വേണുഗോപാലിനുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സ്മൃതി, നമുക്കൊന്നുകൂടി തുറന്നു പറഞ്ഞാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകാനുള്ള രീതിയിലേക്കാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. നേരെ മറിച്ച് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ VD സതീശൻ ഭാഗത്തുനിന്ന് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ ഒരു പ്രക്ഷോഭം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കോൺഗ്രസ് ആണ് പാർട്ടി. മാത്രവുമല്ല, കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തുനിന്ന് വലിയ സമ്മർദ്ദം ഹൈക്കമാൻഡിൽ ഉണ്ടാക്കും. നേരത്തെ സാംസ്കാരിക നായകന്മാർ ഉൾപ്പെടെ ഒപ്പിട്ട് രാഹുൽ ഗാന്ധിക്ക് കത്ത് കൊടുത്തതുപോലെയുള്ള സമ്മർദ്ദങ്ങളുണ്ട്. നേരത്തെ മുസ്ലിം ലീഗ് പരസ്യമായി VD സതീശന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ പുറത്ത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപക്ഷെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ VD സതീശൻ ഈ മന്ത്രിസഭയിലേക്കില്ല എന്നെങ്ങാനും പറഞ്ഞാൽ അത് സമീപകാലത്തുണ്ടായ വിജയത്തിന്റെ മാറ്റ് കുറക്കുമെന്ന് മാത്രമല്ല കടുത്ത പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ 3 പേരിൽ ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനം വളരെ പ്രധാനമാണ്. നിരീക്ഷകർ ഇപ്പോൾ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് MLA-മാരെ ഊടമിട്ട് കാണുക. MG പ്രതീഷ് ഉണ്ട്. പ്രതീഷ്, ഇപ്പോൾ ഇന്ദിരാഭവനിലേക്ക് നേതാക്കൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണല്ലോ. MLA-മാരുണ്ട്, MP-മാരുണ്ട്. പുറത്ത് നടത്തുന്ന പ്രതികരണങ്ങളാകില്ല ഒരുപക്ഷെ അകത്ത് പറയുക. പക്ഷെ പുറത്തെ പ്രതികരണങ്ങളിൽ എത്രത്തോളം സൂചനകൾ നൽകുന്ന പ്രതികരണങ്ങളാണ് പ്രതീഷ്? സ്മൃതി, വിധിദിനത്തിന് സമാനമായ ആകാംക്ഷയുടെ മണിക്കൂറുകളാണ് കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ചും ഒപ്പം ഈ കേരളത്തെ സംബന്ധിച്ചും ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. നിർണായകമായ ചർച്ച നിയമസഭാ കക്ഷി യോഗം നിലവിൽ ഇന്ദിരാഭവനിൽ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് MLA-മാരെല്ലാം തന്നെ ഇന്ദിരാഭവനിൽ എത്തിയിട്ടുള്ളത്. പക്ഷേ MLA-മാർ ആരും പരസ്യ പ്രതികരണം, തങ്ങളുടെ പിന്തുണ ആർക്ക് എന്ന കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ KCയിലേക്കാണ് എന്നുള്ള സൂചനയാണ് അവരുടെ പ്രതികരണത്തിൽ
പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പരോക്ഷമായി KCക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു പ്രതികരണമാണ് കണ്ടത്. അതിൽ ആദ്യ പ്രധാനപ്പെട്ട പ്രതികരണം സുധാകരന്റേതായിരുന്നു. അതിന് പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷ് MP ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ ആ പിന്തുണ KC വേണുഗോപാലിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ VD സതീശൻ പക്ഷം വലിയ ചർച്ചകൾ, വലിയ തിരക്കിട്ട നീക്കങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. പ്രധാനമായും ഘടകകക്ഷികളെ ഉൾപ്പെടെ ഒപ്പം കൂട്ടാനുള്ള ഒരു തന്ത്രം കൂടിയാണ് VD സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ മുസ്ലിം ലീഗ് VD സതീശന് ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ ഘടകകക്ഷികളെ ഒപ്പം നിർത്തി ജനങ്ങളുടെ വികാരം താൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു രീതിയിലേക്ക് പോകാനുള്ള ഒരു നീക്കമാണ് സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ KPCCയിലേക്ക് സതീശൻ പോകുമെന്ന് കരുതിയെങ്കിലും അപ്രതീക്ഷിതമായി ഈ വിവാന്ത ഹോട്ടലിലെത്തി നിരീക്ഷകരെ കാണുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അവിടെ ദീപാദാസ് മുൻഷി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നേരത്തെ സതീശൻ പറഞ്ഞതാണ് നിരീക്ഷകരുമായി ഈ MLA-മാരുടെ കൂടിക്കാഴ്ചയിൽ ദീപാദാസ് മുൻഷി ഉണ്ടാകരുത് എന്ന്. ഇനി ആ കൂടിക്കാഴ്ചയിൽ അവരോട് സംസാരിക്കുമ്പോൾ AICC പ്രതിനിധി ഉണ്ടാകുമോ എന്നതെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഈ കൂടിക്കാഴ്ചയിൽ MLA-മാർ എടുക്കുന്ന നിലപാട് എന്താണ്, അവർ രണ്ട് നിരീക്ഷകരുമായി സംസാരിക്കുമ്പോൾ അവരുടെ പിന്തുണ ആർക്കാണ് അവർ പറയുക എന്നുള്ള വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം എന്ത് മാനദണ്ഡമായിരിക്കും അടുത്ത മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക, അതിൽ പല മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന് ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയുണ്ട്, മറ്റൊന്ന് ഈ ജനങ്ങളുടെ വികാരം, ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു വികാരമുണ്ട്. മാത്രമല്ല അതിനപ്പുറം തന്നെ ഈ തർക്കങ്ങളില്ലാതെ മുന്നണിയെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അത്തരത്തിൽ നിരവധി മാനദണ്ഡങ്ങളുണ്ട്. ഹൈക്കമാൻഡ് ആരുടെ ഒപ്പം നിൽക്കും, അങ്ങനെ ഇത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു നിഗമനത്തിലേക്ക് എന്തായാലും കോൺഗ്രസ് നേതൃത്വം എടുക്കുക. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മുഴുവൻ MLA-മാരിൽ നിന്നും ആശയവിനിമയം നടത്തി അത്തരത്തിലൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് ഈ നിരീക്ഷകരെത്തും. അതിനുശേഷമായിരിക്കും അവർ ഘടകകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഘടകകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ലീഗ് സതീശന് പിന്തുണ അറിയിക്കും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് പുറത്തു വരുന്നത്. പക്ഷേ മറ്റ് ഘടകകക്ഷി നേതാക്കളുടെ നിലപാട് എന്തായിരിക്കും, ഒപ്പം മറ്റ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, അത് K. സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, കത്ത് നൽകിയാണ് ചെയ്തിരിക്കുന്നത്. മുതിർന്ന നേതാക്കളുടെ MP-മാരുടെ നിലപാടെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഘടകകക്ഷിയുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഏതായാലും നിർണായകമായ കൂടിക്കാഴ്ചകൾ തുടങ്ങുകയാണ് ഇന്ദിരാഭവനിൽ.